എല്ലാ കൂട്ടുകാർക്കും സിനിമ എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സിനിമ എന്ന ചാനലിലെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത പട്ടാപ്പകൽ എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ്. നമുക്ക് നോക്കാം അതിനെക്കുറിച്ച്. ജോണി ആൻ്റണി, സുധി കോപ്പ, പ്രശാന്ത് മുരളി, രമേഷ് പിഷാരടി, കൃഷ്ണശങ്കർ എന്നീ നടന്മാരെല്ലാം അഭിനയിച്ച ഒരു സിനിമയാണ് പട്ടാപ്പകൽ എന്ന സിനിമ. 1 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. സാജിർ സദഫ് എന്ന ഡയറക്ടറാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥ PS അർജുൻ എന്ന തിരക്കഥാകൃത്താണ്. ഇതിൻ്റെ കഥ പോകുന്നത് ഇങ്ങനെയാണ്. രാത്രി ആണ് ആദ്യമായിട്ട് സിനിമയിൽ കാണിക്കുന്നത്. ഒരു CCTV ക്യാമറയിൽ നിന്ന് വ്യൂ ആണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ 3 കള്ളന്മാർ ഒരിടത്ത് കക്കാനായിട്ട് കയറുന്നു. അപ്പോൾ അവർ കട്ടിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ CCTV അവിടെ തന്നെ നിൽക്കുന്നു. നേരം പയ്യെ വെളുത്തു വരുന്നു. പിന്നെ ഈ ദിവസത്തെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണിത് പട്ടാപ്പകൽ എന്ന് സിനിമയ്ക്ക് പേരിട്ടത്. അതായത് ആ ദിവസം നടക്കുന്ന കഥ, ഒരു ദിവസത്തെ കഥ, അതാണ് പട്ടാപ്പകൽ എന്ന് സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അവിടെ കളവ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അയാൾക്ക് പ്രധാനപ്പെട്ട ചില ഡീറ്റെയിൽസ് ആണ് ഈ കള്ളന്മാർ കൊള്ളയടിച്ചു പോകുന്നത്. എന്നിട്ട് അവർ വിലപേശുകയാണ്. ആരോട് വിലപേശുന്നു? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശി നടക്കുന്നു. അപ്പോൾ വില കൊണ്ട് ഒക്കുന്നില്ല. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. അടുത്ത ഭാഗത്താണെങ്കിൽ ഒരു കാമുകൻ കാമുകിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. അപ്പോൾ കാമുകിക്ക് അവന് താല്പര്യമില്ല. അതിന് കാരണം കാമുകി പറയുന്നത് അവൻ്റെ കയ്യിൽ ബൈക്കില്ല, കാറില്ല, ഒന്നുമില്ല എന്നാണ്. അപ്പോൾ ഈ കാമുകൻ ബൈക്ക് മോഷ്ടിക്കാനായിട്ട് നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് പിഷാരടിയാണ് മറ്റൊരു കഥാപാത്രം. അതായത് ഫ്രോഡ് ചാരിറ്റികളുടെ പേര് നേടിയ ഒരു പിഷാരടി. വേറൊരു ഭാഗത്തുണ്ടെങ്കിലോ ചില തൊഴിലില്ലാത്ത യുവാക്കൾ, അവർ ചില കാറുകൾ അല്ലെങ്കിൽ ബൈക്കുകളൊക്കെ മറച്ചു വിറ്റിട്ട് പൈസ നേടാനായിട്ട് ശ്രമിക്കുന്ന ചില യുവാക്കൾ. അപ്പോൾ ഇവരുടെ 3 പേരും കൂടിയും അവസാന ഭാഗത്ത് ഒന്നിച്ചു ചേരുന്നുണ്ട്. കഥയുടെ അവസാന ഭാഗത്ത് ചില പ്രശ്നങ്ങൾ മുഖേന അവർ ഒന്നിച്ചു ചേരുന്നത് കൊണ്ട് പിന്നെ അവിടെ നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഇതിൽ പറയുന്ന കഥ. അപ്പോൾ ഇതിൽ തിരക്കഥാകൃത്ത് ചില കോമഡി രംഗങ്ങൾ അതായത് വരുത്താനായിട്ട് ശ്രമിക്കുമെങ്കിൽ കൂടിയും അതൊന്നും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു കോമഡി ആയിട്ട് രൂപാന്തരപ്പെടാനായിട്ട് വളരെയധികം സാധ്യത കുറവാണ്. എല്ലാത്തരം പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് അഭിനയ മുഹൂർത്തങ്ങൾ അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാവരും അവരുടേതായ റോളുകൾ അങ്ങനെ ചെയ്തു പോകുന്നു എന്ന് മാത്രം. അല്ലാണ്ട് നല്ലൊരു അഭിനയ മുഹൂർത്തമുള്ള ഒരു സിനിമ ആണെന്ന് ഇത് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുകൂടാതെ ഒരു 3 പാട്ടുകളുണ്ട് സിനിമയിൽ. ജാസി ഗിഫ്റ്റാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കോമഡിയുടെ ഒരു രസാനുഭവം നൽകാനായിട്ട് ഈ സിനിമയ്ക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം.